DY ചന്ദ്രചൂഡ് എല്ലാ പഠന സൗകര്യത്തോടെ നേടിയ 70% മാർക്കിനേക്കാളും സൗകര്യം കൂടാതെ നേടിയ 55% മാർക്കാണ് വലുത്. 55% മാർക്കുള്ള ആൾക്ക് സംവരണം കിട്ടിയതിനെക്കുറിച്ച് കോടതി പറഞ്ഞതാണ്. DY ചന്ദ്രചൂഡ് ഇങ്ങനെയാണ് പറഞ്ഞതല്ലേ. നിന്നെ ആലോചിച്ച് നോക്കും. ഈ DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ്, ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് എങ്ങനെയാണ്, ഒരു കൊളീജിയം ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു നേച്ചർ? എന്താണ് ബേസിക്കലി അത് ഈ പറയുന്നോളം സൗകര്യം, തുല്യ സൗകര്യം ആക്കി സെറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ അവിടെ നിയമനം നടത്തുന്നത്? പക്ക സംവരണമല്ലേ അത്? നെപ്പോട്ടിസം, സംവരണം, ഇവിടെ തുറന്ന മത്സരമുണ്ടോ? ഓപ്പൺ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇല്ല. എത്ര റിഗ്രസീവ് ആൻഡ് വോക്കാണ് ഈ മനുഷ്യന് നിങ്ങൾക്ക് അറിയാം. കാരണം ഞാൻ പറയാം. ഒന്ന്, പുള്ളി പറയുന്നത് 70% മാർക്ക് സൗകര്യത്തോടെ വാങ്ങിച്ച 70% മാർക്ക്. ഇദ്ദേഹം പോയി സൗകര്യമൊക്കെ പോയി ടെസ്റ്റ് ചെയ്ത്, ഓക്കെ ഇയാൾക്ക് ഇത്ര സൗകര്യം ഉണ്ടായിരുന്നു, ഇത്ര ഇതുണ്ടായിരുന്നു, ഇന്ന ഇതുണ്ട്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണോ ഇദ്ദേഹം ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത്? ഇനി 55% മാർക്ക് വാങ്ങിച്ച ആൾക്ക് സൗകര്യം ഇല്ലായിരുന്നു, അയാൾ വളരെ മോശമായ അവസ്ഥയിൽ. ഈ രണ്ട് പ്രിജുഡീസസ് എങ്ങനെയാണ്? ഇതാണ് ഈ വോക്ക് എന്ന് പറയുന്ന സോഷ്യോ പാത്ത് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഞാൻ അത്രയും പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് രീതിയിലും അങ്ങ് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ സംവരണം ഇല്ലാത്ത ജാതിയിൽ ഉള്ള ഒരാൾക്ക് 70% മാർക്ക് ഉണ്ടെങ്കിൽ ഉടനെ പറയുകയാണ് അയാൾക്ക് സൗകര്യം ഉണ്ടായിരുന്നു, അയാൾക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. റിയലി അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ അതെല്ലാവർക്കും അങ്ങനെയാണോ? നിങ്ങളവരെ ആളിനെ അറിയാമോ? ഒന്നുമില്ല. നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുകയാണ് അയാൾക്ക് ഭയങ്കര സൗകര്യമാണ്. 55% അവനൊരു സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ സൗകര്യം നോക്കിയാണോ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഒന്ന്, സൗകര്യം നോക്കിയാണോ? സൗകര്യം ഉണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറയുകയാണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത് വേറൊരു കാര്യം. ആ ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുക, അങ്ങനെയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ സംവരണ ലിസ്റ്റിൽ ഒരാൾ കിടക്കുന്നു, SC ST ലിസ്റ്റ്, ഈഴവ ലിസ്റ്റ്, ആർക്കാണ് ജോലി കൊടുക്കേണ്ടത്? ഏറ്റവും 0 മാർക്ക് അതിനകത്ത് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ അവനെ പിടിച്ച് ആദ്യം ജോലി കൊടുക്കണം. കാരണം എന്താണ്? അവനാണ് ഏറ്റവും സൗകര്യം കുറഞ്ഞത്. വേറത്തിന് 55 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 70 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും, 1ാം റാങ്ക് ആയിരിക്കും. SC ST 1, അല്ലെ ഈഴവ 1, അല്ലെ മുസ്ലിം 1. കൊടുക്കാവോ? കൊടുക്കരുത്. കാരണം എന്താണ്? അവന് സൗകര്യമുണ്ട്, അതുകൊണ്ട് അവൻ കൂടിയ മാർക്ക് വാങ്ങിച്ചു. ഇത് നീ പറയുന്ന അതേ തിയറിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് വെച്ച തിയറി തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ സൗകര്യം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലേ? ഇദ്ദേഹം അല്ല, പല സംവരണ സാഹിത്യകാരും പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗകര്യം കുറഞ്ഞ ആൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അയ്യോ അത് അങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ജാതി നോക്കണ്ടേ? അതങ്ങ് പറഞ്ഞാൽ മതി. ആദ്യം ജാതി നോക്കണം, ജന്മം അടിസ്ഥാനത്തിൽ വേണം, പ്രിവിലേജ് വേണം. അതാണ് ലെഗസി. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന പ്രിവിലേജുകൾ വേണം, ഇന്ന നേട്ടങ്ങൾ വേണം, ഇന്ന നിയമപരമായ അവകാശങ്ങൾ വേണം, എന്നെ ഇച്ചിരി മുന്നോട്ട് വെക്കണം. ഇത് തന്നെയാണ് പ്രശ്നം ഇതിനകത്ത്. സംവരണം ഒരു ജാതി സംവരണം ഒരു ജാതിവാദമാണ് എന്ന് ഞാൻ പറയാൻ കാരണമാണ്. ഇവിടെ ഈ കൊളീജിയത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസായ ഇദ്ദേഹം ഇങ്ങനെ ഒരു അനാലജി മുന്നോട്ട് വെച്ചതിൽ വളരെ. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു കേസ് വേണമെങ്കിൽ നോക്കാമല്ലോ. ഒരാൾക്ക് 70% മാർക്ക് വാങ്ങിച്ചു, അയാൾ മഹാദരിദ്രനാണ്. ബട്ട് സംവരണരഹിതമായിട്ടുള്ള ഒരു ജാതിയിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടാണ്. അച്ഛനും അമ്മയും ഇല്ല, സ്ട്രീറ്റിലാണ്, അനാഥനാണ്, ഒന്നുമില്ല. ബട്ട് അയാൾക്ക് ഒരു കാസ്റ്റ് ഇല്ല, ഒരു നല്ല കാസ്റ്റ് പറഞ്ഞ് പ്രിവിലേജ് വാങ്ങിക്കാൻ പറ്റിയ ഒരു കാസ്റ്റ് ഇല്ല. അയാൾ 70% വാങ്ങിച്ചു. ചന്ദ്രചൂഡിൻ്റെ സ്കോപ്പിലൂടെ നോക്കുമ്പോൾ അയാൾക്ക് സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് 70% മാർക്ക് വാങ്ങിച്ചത്. അതായത് മെറിറ്റിനെ ട്രാഷ് ചെയ്യുക, ട്രിവിയലൈസ് ചെയ്യുക. ആർക്കെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് സൗകര്യം കൂടുതലുണ്ടെന്ന് വെക്കുക. അപ്പം നാളെ ബേസിക്കലി ഒരു സംവരണ ജാതിയിൽപ്പെട്ട ഒരാൾക്ക് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ വിശേഷിപ്പിക്കാൻ? അയാളുടെ മെറിറ്റാണെന്ന് പറയുമോ അതോ അയാൾക്ക് സൗകര്യം കൂടി പോയതുകൊണ്ടാണെന്ന് പറയുമോ?
ഇതൊക്കെ ഫുൾ തട്ടിപ്പാണ്. ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് തട്ടിപ്പാണ്. അങ്ങനെ സൗകര്യം കൂടിയാൽ അത് നോക്കണമല്ലോ. സൗകര്യം ഉണ്ട്, അത് പ്രയോജനപ്പെടുത്തുന്നത് തെറ്റാണോ? ഉണ്ടെങ്കിൽ വേറൊരു ചോദ്യം. സൗകര്യം കുറവ് ഒരാൾക്ക്, അയാൾ അതിനെതിരെ പൊരുതി കയറുന്നതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് ഈ സൗകര്യം എന്ന് പറയുന്നത്? ചിലർ ഈ 100 മീറ്റർ ഓട്ടത്തിൻ്റെ കാര്യം പറയാറുണ്ട്. 100 മീറ്റർ ഓട്ടത്തിൽ ഒരാൾ 50 മീറ്റർ മുന്നേ തുടങ്ങുന്നതൊക്കെയാണ് ഈ സംവരണ ചപ്ലാജി. ഈ അനാളജി വളരെ പരിഹാസ്യമാണ്. അങ്ങനെ ഒരു 50 മീറ്റർ മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 50 മാർക്ക് അവിടെ ഇടണം. ഒരു സംവരണം ഉള്ള ഒരാളും സംവരണം ഇല്ലാത്തവനും ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ 100 മാർക്ക് ഉള്ളതിൽ 50 മാർക്ക് മറ്റവൻ അവിടെ ഇട്ടിട്ട് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. രണ്ടും 0-ലല്ലേ തുടങ്ങുന്നത്. 100 മീറ്ററിൻ്റെ അനോളജിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നവർ ചിന്തിക്കുക. പിന്നെ DY ചന്ദ്രചൂഡ് മൊത്തത്തിൽ ഈ പറഞ്ഞോണം നമ്മുടെ ജഡ്ജിമാരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവർ മിക്കവാറും കേസുകൾ വാദിക്കുമ്പോൾ നോക്കുന്നത് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണം നടത്തിയാൽ എനിക്കെന്ത് സംഭവിക്കും, സത്യമോ നീതിയോ വസ്തുതയോ എന്തോ ആയിക്കോട്ടെ, എനിക്കെന്ത് കിട്ടും, എൻ്റെ ഇമേജ് എന്നെ എങ്ങനെ വിലയിരുത്തപ്പെടും, വാദിക്ക് എന്ത് സംഭവിക്കും, പ്രതിക്ക് എന്ത് സംഭവിക്കും, സമൂഹത്തിന് എന്ത് സംഭവിക്കും, നിയമവ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും, ഇതൊന്നും അല്ല അവർ നോക്കുന്നത് എനിക്ക്. അവർ വളരെ സേഫായിട്ട് പ്ലേ ചെയ്യും. ഈ പറയുന്ന ഈ യുക്തിരഹിതമായിട്ടുള്ള ഈ വാദങ്ങളൊക്കെ അങ്ങനെ തള്ളിവിടുന്നതാണ്. അതിന് പുള്ളിക്കറിയാം, പുള്ളി ഈ സംവരണത്തിൻ്റെ ഒരു വലിയ ഉപഭോക്താവാണെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളിക്ക് സംവരണ വിരുദ്ധമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഉടനെ. കാരണം ഈ കൊളീജിയത്തെക്കുറിച്ച് പറയും അല്ലേ. ഇപ്പോൾ ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ബെനിഫിറ്റ് അതുവഴി ജോലി വാങ്ങിച്ച ഒരുത്തന് ജാതി സംവരണത്തിനെതിരെ സംസാരിക്കാൻ പറ്റുമോ? അവന് ചിലപ്പോൾ ഒരു പിടുത്തം ഉണ്ടായിരിക്കും. അവൻ സംസാരിക്കേണ്ടതാണ്, കാരണം അത് തെറ്റായതുകൊണ്ട് അവൻ എന്ത് ആണ് അവൻ്റെ ഇതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറയുന്നതിന് അതൊരു ബാധകമാകാൻ പാടില്ലാത്തതാണ്. ചന്ദ്രചൂഡിൻ്റെയൊക്കെ പ്രശ്നം അതാണ്.